ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാനുള്ള ഈ നല്ല അവസരം ദൈവാത്മാവ് അനുവദിച്ചല്ലോ. നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രേഷ്ഠമായ അവസരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി. അതിനായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ തുടർന്നുള്ള നിമിഷങ്ങൾ, വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയത്തെ തുടർമാനമായി ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. എത്രവർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും പിന്നെ തലയിലിടുന്ന തുണി കുറച്ചുകൂടെ മുമ്പോട്ടെടുത്തിട്ടു. എന്നെ കാണരുത്, എന്നോട് ചോദിക്കരുത് എന്നൊക്കെയാണ് സിഗ്നലുകൾ തന്നു കഴിഞ്ഞു. ഓക്കെ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ തിരുവഴുത്തിലൂടെ നിരവധിയായ ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തോടനുബന്ധമായി നമ്മൾ നിരവധി വിഷയങ്ങളാണ് ചിന്തിച്ചത്. പ്രധാനമായും ക്രിസ്തുവിന്റെ വരവിന്റെ പ്രാധാന്യം, തുടർന്ന് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം, നീതിമാന്റെയും ദുഷ്ടന്റെയും ഉയർപ്പ് ഒരേ സമയത്തിലാണോ, അക്ഷരികമായ പുനരുത്ഥാനം സഭ്യമാണോ, ഉയർപ്പിൻ ശരീരത്തിന്റെ സ്വഭാവം എന്താണ്, ഉയർപ്പിൻ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, പുനരുത്ഥാന ശരീരത്തിന്റെ 7 വിധ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി നിരവധി വിഷയങ്ങളാണ് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ തുടർമാനമായി ചിന്തിച്ചു വരുവാനായി കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അവസാനം നമ്മൾ ചിന്തിച്ചത് മരിച്ചവരുടെ ആത്മാക്കൾ എവിടെ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഏറ്റവും അവസാനമായി നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. അതിൽ ദുഷ്ടന്മാരും നീതിമാന്മാരും മരിച്ചു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്തേക്കാണോ പോകുന്നത് എന്നും പഴയ നിയമവിശുദ്ധന്മാർ പാതാളത്തിനായി കാത്തിരുന്നതായും ഒക്കെ നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ധ്യാനിപ്പാൻ താല്പര്യപ്പെടുന്നത് ഒരു വേദഭാഗത്തോടെ നമുക്ക് ആരംഭിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 14-ാം അധ്യായം 10-ാമത്തെ തിരുവെടുത്ത് നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെസ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇയ്യോബ് തന്റെ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? അപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് പല നിലകളിലുള്ള തെറ്റിദ്ധാരണകൾ പുലർത്തി വരുന്നവരാണ് ക്രിസ്ത്യാനികളിൽ ഏറിയ പങ്കും. പ്രത്യേകിച്ച് മരിച്ചവരുടെ ആത്മാക്കളോടുള്ള ബന്ധത്തിൽ പല തരത്തിലുള്ള ചിന്താഗതികളും വീക്ഷണങ്ങളും ഇന്ന് നമ്മുടെ നിലവിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ പലതും ക്രൈസ്തവ സഭ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നത് ഖേദകരമായ ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. നമ്മൾ ഇന്ന് രാത്രിയിൽ
ഈ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്ന കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ, മരിച്ചവരുടെ ആത്മാക്കൾ എവിടെ? അതിൽ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെയാണെന്നും ദുഷ്ടന്മാരുടെ ആത്മാക്കൾക്ക് എവിടെയാണ് ദൈവം സ്ഥാനം നൽകിയിരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. ഇവിടെ നമ്മൾ ഇന്ന് രാത്രിയിൽ അതിനോടനുബന്ധമായി തന്നെ പ്രധാനമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്, ആദിമ കാലഘട്ടം തുടങ്ങി ക്രൈസ്തവ സഭയിലായാലും ജനസമൂഹത്തിന്റെ മധ്യത്തിലായാലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നതായ ഒരു വിശ്വാസം, ഒരു സങ്കല്പം മനുഷ്യരിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്? വച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിൽ ഉഴന്ന് നടക്കുമോ? നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, അവിടെ നമുക്ക് 2 വ്യക്തികളുടെ മരണത്തെ കുറിച്ച് ദർശിപ്പാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ധനികനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചു. അദ്ദേഹം വളരെ ആഡംബരപൂർണമായ നിലയിൽ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ലഭിച്ചു. അനേക പുരോഹിതന്മാർ വന്നു, മെത്രോപൊലിത്തമാരൊക്കെ വന്നു, തന്റെ ബറിയൽ ശുശ്രൂഷയ്ക്ക് വളരെ മനോഹരമായി നടത്തി. ആ മനുഷ്യൻ മരിച്ചു. തന്റെ ശരീരം ഒരു സ്ഥലത്ത് പുതച്ചു വെച്ചു. പക്ഷെ തന്റെ ആത്മാവ് വേദനയുള്ള, യാതനയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയതെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അതുപോലെ അതേ അധ്യായത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയെ കാണുന്നു. ഒരു സാധാരണക്കാരനായ, ദരിദ്രനായ, തന്റെ വീട്ടുപുരയ്ക്കൽ കാവൽക്കാരനായിരുന്ന ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം മരിക്കുന്നു. ഒരു നല്ല അടക്കം ഭൗതിക ശരീരത്തിന് ലഭിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ് അബ്രഹാം പിതാവിന്റെ മടിയിൽ വിശ്രമിക്കുന്ന രംഗമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദുഷ്ടനും നീതിമാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മരിക്കുന്നുണ്ട്. അന്നും ഇന്നും ദുഷ്ടനും നീതിമാനും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, പല നിലകളിലുള്ള മരണങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക യുഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകട മരണങ്ങൾ ഒരു ഭാഗത്ത്, തൂങ്ങിയ മരണങ്ങൾ, കൊലപാതക മരണങ്ങൾ, വിഷമടിച്ച് മരിക്കുന്ന പ്രവണതകൾ, പീഡന മരണങ്ങൾ, സ്വാഭാവിക മരണങ്ങൾ, ഇങ്ങനെ മരണങ്ങൾ നിരവധിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണം, ഇത്തരത്തിൽ മരിക്കുന്ന, അകാലമായി മരണമടയുന്ന വ്യക്തികൾ, തൂങ്ങി മരിച്ചോ, വിഷമടിച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലൊക്കെ മരിക്കുന്ന വ്യക്തികൾ, അവർ മരിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഇടയിൽ ഒരു ധാരണയുണ്ട്, ഇവർ എന്ത് ചെയ്യുന്നു? ഇവരുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ഭൂമി മുഴുവനും ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ പലർക്കും അവിശ്വാസമില്ലേ? ഇല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിൽ പലരും പറയുന്നത്, എന്റെ ഇന്നയാളെ ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടു. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോഴും നമ്മൾ വച്ച് പുലർത്തുകയാണ്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം തെറ്റ്, അത് ശരിയായ യാഥാർത്ഥ്യമല്ല എന്ന് മാത്രമേ നമുക്ക് സമർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും മരിച്ചവരുടെ ആത്മാക്കൾ പ്രേതങ്ങളായോ ഭൂതങ്ങളായോ എന്ത് ചെയ്യത്തില്ല? സഞ്ചരിക്കത്തില്ല. മറിച്ച് ആരാണ് ഇവിടെ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അന്ന് നമ്മെ തെറ്റിക്കാൻ ശ്രമിച്ച പുള്ളിയുണ്ടല്ലോ, ആ പുള്ളിയാണ് ഈ പരിപാടികളുടെ എല്ലാ സൂത്രധാരകൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോ ഈ ദുർഭൂതങ്ങൾ ഇന്ന് അനേക ശരീരങ്ങളെ എന്ത് ചെയ്യുന്നു? വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ദുർഭൂത ശക്തികൾ അനേകരിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല കാഴ്ചകളും പലരും കാണുന്നത്. പലരും പറയും,
ഞാൻ അതുവഴി പോയപ്പോ ഞാനൊരു ശബ്ദം കേട്ടു. എന്റെ പുറകെ ആരോ വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി മിഥ്യാധാരണകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വച്ചു പുലർത്താറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് എല്ലാ ദുർഭൂത ശക്തികളെയും കർത്താവിന്റെ അടുക്കൽ വന്ന എല്ലാ ദുർഭൂത വ്യാപാരങ്ങളെയും കർത്താവ് ശാസിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഭൂതാത്മാക്കളെ കണ്ട് എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ചില ഈ പ്രേതങ്ങൾ എന്ന് പറയുമ്പോൾ പേടിയുണ്ടോ? പേടിയില്ലല്ലോ. ശരി, കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഓക്കെ, ഞാനങ്ങനെ കഥ അധികം പറയാറില്ല, എങ്കിലും ഒന്ന് രണ്ട് കഥകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. കഥയല്ല, നടന്ന കാര്യങ്ങൾ. ഇപ്പൊ പ്രേതങ്ങൾ എന്ന് പറയുന്ന സാധനം, പ്രേതം എന്ന് പറയുമ്പോ പലർക്കും പേടിയാണ്, അല്ലേ? ചിലരൊക്കെ സ്വാഭാവികമായി ഒരു മരണം സംഭവിച്ച സാധാരണ അവിടെ പോകാറുണ്ട്. എന്നാൽ അതൊരു ഒരു വിഷമടിച്ചുള്ള മരണം, അല്ലെങ്കിൽ ഒരു തൂങ്ങി മരണം, അതൊരു അകാല മരണം എന്ന് പറഞ്ഞാൽ പലരും അവിടെ പോകാൻ പേടിയാണ്, ഭയമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നതായ ഒരു ഭയം അവരുടെ മനസ്സിനകത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധിച്ച് വച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായി ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്, പ്രേതങ്ങൾ ഇത് കറങ്ങി നടക്കുമോ? പ്രേതങ്ങൾ കറങ്ങി നടക്കുമോ? തിരുവഴുത്തിന്റെ വെളിച്ചത്തിലൂടെ നമുക്കത് ചിന്തിക്കാം. പലരും, ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പ്രേതങ്ങളെ കണ്ടിട്ടുണ്ട്, പ്രേതങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പല പുള്ളികളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമുക്കറിയാം, വളരെ ഈ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനാണ്. അപ്പൊ ഒരു ദിവസം ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വീട് അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹം ഒരു വീട് അന്വേഷിച്ച് നടക്കുമ്പോ താൻ പ്രതീക്ഷിച്ചതിനപ്പുറമായി മനോഹരമായ ഒരു വീട് തനിക്ക് വാടകയ്ക്ക് ലഭിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു വീട് വളരെ ചുരുങ്ങിയ നിസ്സാരമായ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ മറുപടി അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം വളരെ നാളുകൾ ആ ഭവനത്തിൽ താമസിച്ചു. ആ ഭവനത്തിൽ അദ്ദേഹം അങ്ങനെ താമസിച്ചു വരികയാണ്. ഒരു നല്ല എഴുത്തുകാരനാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ. ശ്രദ്ധിക്കണം, നല്ല കാര്യമാണ്, ശ്രദ്ധിച്ചോ? അപ്പോ ഇദ്ദേഹം ഈ വീട്ടിൽ ഇങ്ങനെ താമസിച്ചു വരുമ്പോ ഒരു ദിവസം, അന്ന് ഈ വൈദ്യുതി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്, ചിമ്മിനി വിളക്കാണ് രാത്രിയിൽ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ചിമ്മിനി വിളക്ക് ഉപയോഗിച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വിളക്കിൽ മണ്ണെണ്ണ തീർന്നുപോയി. പാകപ്പാട് ഉണ്ടായിരുന്ന മണ്ണെണ്ണ തീർന്നപ്പോ ഈ കരിന്തിരി എന്ത് ചെയ്തു? എരിഞ്ഞു, കത്തിയങ്ങ് അമർന്നു. ഇപ്പൊ അദ്ദേഹത്തിന് മണ്ണെണ്ണ വാങ്ങിക്കേണ്ട, മണ്ണെണ്ണ വീട്ടിലില്ല. എന്താ ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് അല്പം മണ്ണെണ്ണ വാങ്ങിക്കാനായി പോയി. എന്റെ കൂടെ വരണം. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് മണ്ണെണ്ണ വാങ്ങിച്ചു. അവിടെ മണ്ണെണ്ണ വാങ്ങിക്കാൻ ചെന്നപ്പോ ഒരു മഴയൊക്കെ പെയ്തു. പിന്നെ മഴയെല്ലാം കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം മുറി എന്ത് ചെയ്തു? തുറന്നു. മുറി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കത്തിച്ചു വെച്ച് അദ്ദേഹം ഓഫീസിൽ വെച്ചിട്ട് പോയ ആ വിളക്ക് എന്ത് ചെയ്യുന്നു? കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിളക്ക് ഇങ്ങനെ നീല തിരുനാളം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോ എല്ലാ
എല്ലാം ഇങ്ങനെ നിന്ന് വൈദ്യുതിയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് വൈദ്യുതി ഉള്ളവുമില്ല. നിങ്ങളുടെ വീട്ടിനകത്ത് മാത്രം ഇതുപോലൊരു തിരുനാളം ഉയർന്നു നിന്ന ഒന്ന് സങ്കല്പിച്ച് ഒന്ന് ചിന്തിച്ച് എന്തായിരിക്കും അവിടുത്തെ ഗതി? നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ഇതിന് ഒരു വിശദീകരണം കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. അദ്ദേഹം പിന്നത്തേതിലാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം ഈ വീട്ടിൽ ഒരു സ്ത്രീ കിണറ്റിൽ ചാടി മരിച്ചിട്ടുണ്ടായിരുന്നു. കിണറ്റിൽ ചാടി മരിച്ച സ്ത്രീ ഇവിടെ താമസിച്ച പലരെയും ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വീട് മാസങ്ങളായിട്ട് ഇവിടെ കിടക്കുകയാണ്. മാസങ്ങളായി കിടക്കുന്നു. ആരും ഈ വീട് എടുക്കുന്നില്ല. വലിയ വീടാണ്. പലർക്കും അറിയാം ഇത് ഒരു സ്ത്രീ എന്ത് ചെയ്തു? കിണറ്റിൽ ചാടി മരിച്ച ഭവനമാണ്. അതുകൊണ്ട് അവിടെ പോയാൽ പ്രേതബാധയുണ്ടാകും എന്ന് പറഞ്ഞ് പേടിച്ചാണ് ആ വീട് എടുക്കാതിരുന്നത്. അപ്പൊ ഇതിനൊരു വിശദീകരണം നൽകുവാനായിട്ട് സാധ്യമാണ്. ഇതേ സമാനമായ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജമ്മു കാശ്മീരിലെ രാംബൻ എന്ന് പറയുന്ന സ്ഥലത്ത് മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം, അവിടെ ഞങ്ങളുടെ ആ രാംബൻ സെന്ററിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു വീട് വേണം, ഞങ്ങൾക്ക് താമസിക്കാൻ. ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് എന്ത് ചെയ്തു? അതിന്റെ സമയം കാലാവധി കഴിഞ്ഞു. അവർക്ക് ആ വീട് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ പുതിയ വീട് അന്വേഷിക്കുവാൻ ആരംഭിച്ചു. അപ്പോ ഞങ്ങൾക്കൊരു വലിയ വീട് അവിടെ ലഭിച്ചു. ഞങ്ങൾ ചോദിച്ചു, അഡ്വാൻസ് എത്രയാണ്? അഡ്വാൻസ് വേണ്ട, ഇത് മാസം എത്ര രൂപയാണ് ഇതിന്റെ റെന്റും വേണ്ട, നിങ്ങൾ താമസിച്ചാൽ മതി. കാരണം സമാനമായി ഇതേ അനുഭവം, ഇതുപോലുള്ളൊരു ആത്മഹത്യ ആ ഭവനത്തിൽ നടന്നിട്ടുണ്ട്. ആ വീട്ടിലുള്ള അവിടെ ആരൊക്കെ താമസിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ പ്രേതത്തെ കണ്ട് ഭയപ്പെട്ട് പോയവരാണ്. അപ്പോ ഞങ്ങൾ എന്താ ചെയ്തെന്നറിയാമോ? തൂത്തുവാരി വൃത്തിയാക്കി ഞങ്ങളുടെ മിഷണറിമാരെ എല്ലാം കൂട്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന. സ്തോത്രം. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. ഞങ്ങൾ സുഖമായി അവിടെ താമസിച്ചു. ഞങ്ങൾ 2004 ഞാൻ ഇങ്ങോട്ട് വരുന്ന നാട്ടിലോട്ട്. അതുവരെയും ഒരു ഭൂതബാധയും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോ ഇങ്ങനെ പലരും പ്രേതങ്ങളെ കണ്ടതായി, പിശാചുക്കളെ കണ്ടതായൊക്കെ പറയാറുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു രാത്രിയില് ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കുകയാണ്. വഴിയാത്രികനാണ് ഇദ്ദേഹം. ആ മുറിയിൽ താമസിച്ചുകൊണ്ടിരിക്കും. അർദ്ധരാത്രിയില് ഒരു വ്യക്തി ഈ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നൽകുന്നു. ഈ ഫാനല്ല, അവിടത്തെ ഫാൻ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഫാൻ പെട്ടെന്ന് ഇദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടത് ഞെട്ടി ഉണർന്ന് അദ്ദേഹം മുകളിലോട്ട് നോക്കിയപ്പോ ഒരാള് തൂങ്ങി നിൽക്കുകയാ. അപ്പോ ഈ മനുഷ്യൻ ഇത് കണ്ടോടൻ എന്തായിരിക്കും സംഭവിച്ചേ? അങ്ങനെ ബോധം കിട്ടു. പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് ആ മനുഷ്യൻ എഴുന്നേറ്റത്. അദ്ദേഹം രാവിലെ തന്നെ പെട്ടിയും എടുത്ത് മാനേജർക്ക് താക്കോലും കൊടുത്തിട്ട് അദ്ദേഹം സ്ഥലപ്പെട്ടു. വിഷയം അന്വേഷിച്ചപ്പോൾ ഇതേ റൂമിൽ ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുൻപ് ഫാനിൽ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപമാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്തത്? കണ്ട് ഞെട്ടി തുറയ്ക്കുവാനായിട്ട് ഇടയായത്. ഇതിനൊരു വിശദീകരണം നമുക്ക് നൽകാൻ കഴിയുമോ? നൽകാൻ പറ്റുമോ? ഇല്ല. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. നമുക്കറിയാം, നിങ്ങളൊരു പക്ഷെ കേട്ടിരിക്കും, P.O. നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്.
അദ്ദേഹം തന്റെ ശരീരശാസ്ത്രം എന്ന ഒരു മാഗസിനിൽ, ഒരു ലക്കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കൂളികൾ, യക്ഷികൾ, ഇങ്ങനെയുള്ള പ്രേതങ്ങൾ, ഇങ്ങനെയുള്ള പരലോക ജീവികളെ പലരും കണ്ടതായി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല. സ്തോത്രം. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ദൈവം തമ്പുരാൻ അറിഞ്ഞു. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് ഒരു പ്രേതബാധയുണ്ടായി. ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് ഒരു പ്രേതബാധ. അപ്പൊ ഈ പ്രേതബാധ ഉണ്ടായപ്പോ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇവര് ദൂരത്ത് നിന്നൊരു മന്ത്രവാദിയെ വിളിച്ചു. അപ്പൊ ഇവര് ഈ പ്രേതബാധ ഉണ്ടാകുമ്പോൾ ഇവര് പിച്ചുമ്പേയും അതും ഇതൊക്കെ പറയും. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിയും, ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഒരു മന്ത്രവാദിയെ വിളിച്ചു. മന്ത്രവാദി വളരെ ദൂരത്ത് വന്നു. ഇദ്ദേഹം ഈ മന്ത്രവാദങ്ങൾ പറഞ്ഞ് ചില ഭസ്മമൊക്കെ ഇവരുടെ മേൽ എന്ത് ചെയ്തു, വാരി എറിയുവാൻ തുടങ്ങി. ഇപ്പൊ വാരി എറിയുവാൻ തുടങ്ങുന്നതോറും ഈ മന്ത്രവാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ആടി ഉലയുവാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇവിടെ ഇരിക്കുന്ന ഈ പ്രേതത്തെ എന്ത് ചെയ്യണം, ഒരു കുപ്പി, ഒരു ആളിന്റെ രൂപത്തിൽ ഒരു കുപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുപ്പിക്കകത്ത് ഈ ഭൂതത്തെ എന്ത് ചെയ്യണം, കേറ്റണം, കയറ്റി വെള്ളത്തിൽ ഒഴുകി വിടണം. നമ്മളും ഇന്ന് പലരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഉണ്ട്. മറ്റേ ഈ സ്പെഷ്യലിസ്റ്റുകളൊക്കെ വരുമല്ലോ. ഏത് സ്പെഷ്യലിസ്റ്റുകൾ? തോണ്ടിയെടുപ്പുകാര്, മനസ്സിലായില്ലേ? കൂടോത്രം എടുക്കാൻ വരുന്ന പുള്ളികളെ. ഇവര് വരുന്ന സമയത്ത് ചിലര് എല്ലാം കൂടെ ഇട്ട് കത്തിച്ച് കളയും. ചിലരാണെങ്കിൽ ഇതെല്ലാം എടുത്ത് ഏതെങ്കിലും ഒരു ആറ്റില് ഒഴുക്കി വിടും, അല്ലേ? ഇന്ന് നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഇദ്ദേഹം മന്ത്രങ്ങൾ പറയുമ്പോൾ ആടാൻ തുടങ്ങി. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ, ഇന്നൊന്നും അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ നമ്മുടെ സഭകളിൽ അധികം ഇല്ല. പ്രാർത്ഥിച്ച് എല്ലാം ഇന്ന് ആടാത്ത പിശാചികളാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആടാത്ത പിശാചികളാണ്. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വന്നിരുന്ന ഒരു പാട്ട് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിരുദനെ പോലുള്ളവരൊക്കെ ഡ്രം അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ട് എന്ത് ചെയ്യും, അടിച്ചങ്ങ് മൂപ്പിക്കും. സ്തോത്രം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോ പേടിച്ച് വിരണ്ടിരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. അടുത്തു പോകാൻ പോലും ഭയമാണ്. എന്നാൽ അടുത്ത് ചെന്നിരുന്ന കളി കാണുന്നവരുടെ പുള്ളികളുണ്ട്, ഞങ്ങളെ പോലുള്ളവര്. അത് അങ്ങനെ ഒരു കാലം. അപ്പോ ഈ പ്രേതത്തോട് ഈ പിശാച് ഇങ്ങനെ ആട്ടി ഉലഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, നീ ആരാ? നമ്മൾ ഉപദേശിമാരെ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൊച്ചുപ്രായത്തില് നമ്മുടെ ചെമ്മണ്ണൂരിൽ ഒരു പാർശ്വമുണ്ട്, മരണപ്പെട്ടു. അദ്ദേഹം നിത്യത്തിലാണ്. അപ്പൊ അദ്ദേഹം ഈ അവിടെ ആർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം വരും, വന്ന് ചൂലെടുക്കും, അടി തുടങ്ങും. നീ ആര്? നീ എവിടെ നിന്ന് വന്നു? എന്തിനു വന്നു? ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കും. ഇതുപോലെ ഈ മന്ത്രവാദിയും എന്തെന്ന് അറിയാമോ, നിരവധി ചോദ്യങ്ങൾ ഈ സ്ത്രീയോട് ചോദിച്ചു. നീ ആരാണ്? നീ എന്തിനാണ് ഈ ശരീരത്തിൽ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അവൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഞാൻ പഴനിയിൽ ഭജനമിരിക്കുമ്പോൾ മരിച്ചുപോയ ഒരാളാണ്. എന്റെ അലമാരയിൽ എത്ര രൂപ ഇരിപ്പുണ്ട്, എനിക്ക് ഇന്ന വ്യക്തികൾക്ക് കുറച്ച് കാശ് കടന്നു കൊടുക്കാനുണ്ട്, ആ കാശ് എടുത്ത് കൊടുക്കേണ്ട കാര്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. പിശാച് വന്ന് ഉള്ള സത്യം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോ ഇതിന് തിരുവെടുത്തിന്റെ വെളിച്ചത്തിൽ എന്ത് വിശദീകരണം നൽകും? എന്ത് വിശദീകരണം നൽകും? ഇതുപോലെ ഇനിയും നിറയെ കഥകളുണ്ട് കേട്ടോ. സമയമില്ല, ഒരു കഥ കൂടെ പറയാം. ഒരിക്കല് നടന്ന സംഭവമാണ് ഇത്. നടന്ന സംഭവം ഒരു വ്യക്തി, ഒരു പുരുഷൻ, അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുക. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അന്ന് അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അന്ന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ വളരെ കുറവാണ്, ബസ്സൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ ഇദ്ദേഹം വളരെ നിചലമായ ആൾപ്പാർപ്പില്ലാത്ത
ഒരു സ്ഥലത്തുകൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ പോകാനായിട്ട്. അദ്ദേഹം ഏകദേശം വന്നപ്പോ വൈകിപ്പോയി, നേരം ഇരുട്ടി, അവിടെ വീടുകളൊന്നുമില്ല. മനസ്സിൽ അല്പം ഭയമുണ്ട്. കാരണം പോകുന്ന വഴിയിൽ കുറച്ചപ്പുറത്തൊരു സെമിത്തേരിയുണ്ട്, ഒരു ശവപ്പറമ്പ്. ഇത് കണ്ട് അദ്ദേഹത്തിനൊരു പേടിയുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ മനസ്സെല്ലാം ഒന്ന് ഉറപ്പിച്ചു നോക്കി, എന്നിട്ട് ഉറക്കുന്നില്ല. എന്നാലും വീട്ടിലെത്തണമല്ലോ. ഇദ്ദേഹം നടന്നു നീങ്ങി. ഇദ്ദേഹം നടന്ന് അങ്ങോട്ട് പോകുമ്പോ ഇരുട്ടിന്റെ കട്ടി കൂടുന്നു. പട്ടികൾ ഓലിയിടുന്നുണ്ട്. ഒരു ഭയങ്കരമായ ഒരു മൂകത അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും കൂട്ടിന് കിട്ടിയെങ്കിൽ എന്ന നിലയിൽ അദ്ദേഹം വളരെ വേഗത്തിൽ പോവുകയാണ്. വളരെ വേഗത്തിൽ ഭയത്തോടെ പോവുകയാണ്. ഇങ്ങനെ പോയപ്പോ അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടു. പെട്ടെന്ന് ആ മനുഷ്യന്റെ അടുക്കല് ഓടി നടന്നു. വലിയ സന്തോഷമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു കൂട്ട് കിട്ടിയാൽ നമുക്ക് സന്തോഷമല്ലേ? സന്തോഷമാണ്. നമ്മുടെ പല പുള്ളികളും രാത്രി ആരാധനയ്ക്ക് വരാത്ത കൂട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോ ഈ കൂട്ട് കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. പിന്നെ അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവർ തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ പോവുകയാണ്. അന്നത്തെ കാലത്ത് ആ പ്രാദേശിക വർത്തമാനങ്ങളും കൊച്ചു വർത്തമാനങ്ങളും നാട്ടുവാർത്തകളും രാഷ്ട്രീയ കാര്യങ്ങളും ഒക്കെ ഇവർ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോയി ഏകദേശം ആ ശവക്കോട്ടയുടെ അടുത്ത് എത്താറായി. അപ്പൊ ഇദ്ദേഹം ഈ ആദ്യം കണ്ട പുള്ളി ഈ രണ്ടാമത് കണ്ട വ്യക്തിയോട് ചോദിച്ചു, പിന്നെ ഇവിടെ ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും ഉപദ്രവം ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോ നമ്മളൊരു പാമ്പിനെ കണ്ടാലും ഒരു അമ്മയെ കണ്ടാലും പേടിപ്പിക്കുകയാണെന്ന് പേടിക്കുന്നത്. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഇദ്ദേഹം ചോദിച്ചെന്താണ്, ഇവിടെ ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല, പക്ഷേ ഞാൻ മരിച്ചിട്ട് 20 വർഷമായി. എന്ത് സംഭവിക്കും? ആ മനുഷ്യന്റെ ഗതി എന്താണെന്ന് ആലോചിച്ചു നോക്കി. നടന്ന സംഭവമാണ്. ഇതുപോലെ വേറെ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കളുമായി ഇതുപോലുള്ള കുറച്ച് കഥകളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ സാധാരണഗതിയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആരുടെയോ രൂപത്തിൽ പണ്ടെങ്ങാണ്ടോ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലാണ് ഈ പ്രേതങ്ങളും എന്ത് ചെയ്യുന്നത്? പ്രേതങ്ങളെ പോലെ ഈ പിശാചുകൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ നമ്മൾ പറയും, ഇതാരാണ്? ഇത് മറ്റ് ഇന്നവനാണ്. നമ്മളടുത്ത് അന്നുള്ള വിരോധം കൊണ്ടാണ് നമുക്കിട്ട് പണിയ ഇപ്പോ വന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയത്തുള്ളൂ. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇതിനെ നമ്മള് ഈ പഠനത്തെ കുറിച്ച് നമ്മൾ ഒന്ന് വ്യക്തമായി വിശദീകരിച്ച് അവലോകനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ പ്രേതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞത് ഇതിനെ പല വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ഒന്ന്, ഇത് ഒരു ശുദ്ധ നുണ. ഇപ്പൊ ഈ പ്രേതങ്ങൾ കണ്ടു എന്ന് പറയുന്നത് വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സംഭവമാണ്, ഞാൻ ഭയങ്കര ഒരു ഇതാണ് എന്നൊക്കെ പറയാൻ വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന ചില പച്ച നുണക്കഥകളാണ് ഇവയിൽ ഏറിയ പങ്ക്. രണ്ട്, മനുഷ്യന്റെ വിഭ്രാന്തി മുഖാന്തരം അവന്റെ ഉപബോധ മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മിഥ്യാധാരണയാണ് അവൻ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നത്. അവന്റെ ഉപബോധ മനസ്സ്. ഇപ്പോ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ടയാൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ, സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ചിന്തിക്കാം. ഇതുപോലെ നമ്മൾ ചിന്തിച്ച്
ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ഉപബോധ മനസ്സിനകത്ത് നിന്ന് ഈ രൂപം എന്ത് ചെയ്യും? വെളിപ്പെടും. അങ്ങനെ കാണുന്നതാണ് ഒരു വലിയൊരു വിഭാഗം. അപ്പോ രണ്ടു തരമായി, ഒന്ന് നുണ, മറ്റൊന്ന് നമ്മുടെ ഉപബോധ മനസ്സ് ശ്രദ്ധിച്ചെടുക്കുന്ന ഒരു മിഥ്യാധാരണയാണ് പ്രേതങ്ങളെ കണ്ടു എന്ന് പറയുന്നത്. അടുത്ത ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ സംഭവങ്ങൾ, ഇതിൽ ചിലത് ശാസ്ത്രീയമായി വിശദീകരിക്കുവാൻ കഴിയുന്നതുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി ആൾക്കാർ ഈ ശവപ്പറമ്പിലൂടെ പോയപ്പോ അവിടെ ഇങ്ങനെ തീജ്വാല കത്തി ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അവരുടെ സങ്കല്പം ഇതെന്താണ്? വേറെ ആരുമില്ല, അപ്പൊ ഇവിടെ പിശാച് ഇങ്ങനെ യക്ഷി എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ നിൽക്കുകയാണ് വിലങ്ങിക്കൊണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ട് കത്തിയതായിരിക്കും? ഒരുപക്ഷെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു കാണാൻ തീയിട്ടതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് എന്ത് ചെയ്യാറുണ്ട്? ഉരസുമ്പോ തീ പിടിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇന്ന വനത്തിൽ തീ പിടിച്ചു, അത് ചെയ്തെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലൊക്കെ ശാസ്ത്രീയമായി വിശദീകരിക്കുവാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒരിക്കല് ഒരു സെമിത്തേരിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം, ഞാൻ കൂടുതൽ ഈ സെമിത്തേരിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഈ സെമിത്തേരിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം, ഇവർക്ക് അവിടെ താമസിക്കുന്നത് കൊണ്ട് ഒരു സ്വസ്ഥതയില്ല, രാത്രി ഉറക്കമില്ല, എന്നും പ്രശ്നമാണ്. അപ്പോ അവരുടെ ചർച്ചിലെ ഫാദറിനോട് പറഞ്ഞു, ഫാദറെ, ഞങ്ങൾക്ക് ഭയങ്കര ഉപദ്രവമാണ്, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയുന്നില്ല, ഈ സെമിത്തേരിയിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ആ ഫാദറിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞാൻ ഇതിന് പ്രതിവിധിയായി ചെയ്യേണ്ടത്? അപ്പോ ആ സഭാപിതാവിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഒരു വലിയൊരു കമ്പി, ഇരുമ്പ് കമ്പി ഞങ്ങൾ എന്ത് ചെയ്യാം, വാങ്ങിത്തരാം. ഫാദർ എന്ത് ചെയ്യണം? അതിന് ഈ സെമിത്തേരിയുടെ മധ്യഭാഗത്ത് അടിച്ചു വെക്കണം. നമ്മൾ പണ്ട് കാലങ്ങളിൽ അല്ലേ, ഈ കല്ലറകളിലൊക്കെ ആണി അടിക്കുന്ന പരിപാടി, അത് തന്നെ. ആണി അടിച്ച ഇവൻ വരില്ലെന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഇതൊക്കെ വെറും വേസ്റ്റാ. ഇന്നും ആ വിശ്വാസം വച്ചു പുലർത്തുന്ന പുള്ളികൾ ധാരാളമുണ്ട്. അപ്പോ ശരി, ഫാദർ സമ്മതിച്ചു. ഫാദറിന്റെ ഇടവകയിൽ വിശ്വാസിയാണ്, പേടിച്ച് ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അവർ കമ്പി വാങ്ങി കൊടുത്തു. ഫാദർ അന്ന് രാത്രിയില് എന്ത് ചെയ്തെന്ന് അറിയാമോ? ആണി അടിക്കാൻ വേണ്ടി സെമിത്തേരിയിൽ പോയി. സെമിത്തേരിയിൽ ചെന്നു. അർദ്ധരാത്രി, ആരും കാണുന്ന സമയം. എത്ര മണിക്ക് അടിക്കണം? രാത്രി 12 മണിക്ക് തന്നെയാണ് അടിക്കാനുള്ളത്. ഈ സമയത്താണ് ഈ പുള്ളി എന്ത് ചെയ്യുന്നത്? കൂടുതലും എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് വയ്യാതെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ച് കെട്ടാൻ പറ്റും. അപ്പോ അർദ്ധരാത്രിയിൽ കമ്പിയും കൊണ്ട് ഈ ഫാദർ പോയി. ആ മധ്യഭാഗത്ത് ചെന്നു. ആ ശവക്കല്ലറയിൽ എന്ത് ചെയ്തു? വലിയൊരു കമ്പി അടിച്ചിറക്കിയിട്ട് അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. നടന്നപ്പോ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇദ്ദേഹം വലിക്കുകയാണ്, ഇങ്ങനെ പുറകോട്ട് വലിക്കുകയാണ്, പുറകോട്ട് ഇങ്ങനെ ഫ്രണ്ടോട്ട്. ഇദ്ദേഹം ഈ അച്ഛൻ ഫ്രണ്ടിലോട്ട് വലിക്കുന്നു, അച്ഛൻ പുള്ളി പുറകിലോട്ട് വലിക്കുന്നു. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി, മറ്റേ ആള് എന്നെ കയറി പിടിച്ചു അല്ലേ? പക്ഷെ എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? പറഞ്ഞു. അപ്പൊ ഈ ഫാദർ അടിച്ചത് എന്തോന്നില്ല, ഇദ്ദേഹം ഇട്ടിരുന്നില്ല ലോഹ. ഈ ലോഹയിലാണ് ആണി അടിച്ചത്. ഈ ലോഹയിൽ ആണി അടിച്ചപ്പോ പുള്ളിക്കാരൻ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുന്നതാണ്. ഒരിക്കല് ഒരു സുഹൃത്ത് ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോ
ഇദ്ദേഹം ഇങ്ങനെ ഒരു വിജനമായ സ്ഥലത്തൂടെ ഭയങ്കര റബ്ബർ തോട്ടങ്ങളുള്ള ഒരു ഇരുട്ടുള്ള സ്ഥലമാണ്. അതിങ്ങനെ നടന്നു വരുമ്പോ ഇദ്ദേഹത്തിന്റെ പുറകില് ആരോ നടന്നു വരുന്നത് പോലെ തോന്നി. ഇദ്ദേഹം എന്തെന്നറിയാമോ? പുറകോട്ട് നോക്കാനും പേടിയാ. എന്ത് ചെയ്യണം? ഈ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ രാത്രിയില് നടക്കുമ്പോ എന്ത് ചെയ്യണം? രാത്രിയിൽ നടക്കുമ്പോ കാറി തുപ്പി തുപ്പി നടക്കണം. ഇല്ലേ? പറഞ്ഞ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ ഈ അടുത്ത കാലത്താണ്, നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിരിക്കണം. പിന്നെ സ്ത്രീകൾ പൂവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? രാത്രിയില് യാത്ര ചെയ്യുന്നത്. എന്താ കാര്യം? രക്ഷിക്കൂടെ പോകും. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്, ഓരോരുത്തരുടെ ചിന്താഗതികളാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്? ഒരാൾ പുറകിലുണ്ട്. നിങ്ങൾക്ക് പുറകോട്ട് നോക്കാൻ പാടില്ല, പിടിച്ചു വലിക്കുകയാണെങ്കിൽ തീർന്നു. ഇദ്ദേഹം ഉള്ള ആ ബലത്തോടെ നടന്നു മുമ്പോട്ട് പോയി. ഭയങ്കര പേടിയായി ഈ മനുഷ്യൻ ഓടാൻ തുടങ്ങി. ഓടി 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 ഇദ്ദേഹം ഓടിയപ്പോ ഈ പുള്ളിക്കാരൻ ഇദ്ദേഹത്തിന്റെ പുറകിലെ ഓടുക, പുറകില് ഓടുകയാണ്. ഇദ്ദേഹം എങ്ങോട്ട് തിരിയുന്നോ അവിടെ എല്ലാം പോകും. അവസാനം ഇദ്ദേഹം ഒരു ചെറിയ ഒരു കുഴി പോലെ ഒരു സ്ഥലം കണ്ടു. അവിടേക്ക് ചാടി അവിടെ ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചാടി എന്ന് പറഞ്ഞു. ഈ പുള്ളി അതിന്റെ കൂടെ അങ്ങ് ചാടി. കൂടെ ചാടി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചോ, എന്താ സംഭവിച്ചത്? ഇയാൾ ആപ്പാടെ ഇറങ്ങിയ അവിടെ നിന്ന് എഴുന്നേറ്റു, ഓടി പിന്നെയും ഓടുകയാണ്. ഒരു രക്ഷയുമില്ല, ഒരു സ്വസ്ഥതയുമില്ല. അയ്യം വിളിച്ചു വന്ന് ഓടി 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 വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് ഇദ്ദേഹം എത്തി. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പുറകിൽ വന്നത്? അദ്ദേഹത്തിന്റെ നിഴൽ അദ്ദേഹത്തിന്റെ കൂടെ വന്നു. ശാസ്ത്രീയമായി വിശദീകരിക്കുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മളിൽ പലരും ഇങ്ങനെയാണ്. ഒരു അനക്കം കേട്ടാൽ, ഒരു നിഴൽ കണ്ടാൽ നമ്മൾ എന്ത് പറയും? അപ്പൊ അങ്ങനെയൊക്കെയാണ് പല പരിപാടികളും. ഇപ്പോ ശാസ്ത്രീയമായി വിശദീകരിക്കുവാൻ കഴിയും. 3-4 പൈശാചികൻ എന്ത് ചെയ്യാറുണ്ട്? പൈശാചികൻ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മരിച്ചുപോയ വ്യക്തികളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അവൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം, സമയം ഒത്തിരി പോയി. ഒരു വാക്യം വായിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. ഇപ്പോൾ പിശാചാണ് പലപ്പോഴും മനുഷ്യരെ എന്ത് ചെയ്യുന്നത്? തെറ്റിക്കുന്നത്. അത് നമ്മുടെ മരിച്ചുപോയ ബന്ധുക്കളുടെ പേരിൽ, അവരുടെ രൂപത്തിൽ, അതേ വേഷത്തിൽ ഇവൻ എന്ത് ചെയ്യും? വരും. നമ്മൾ അടുത്ത ദിവസത്തിൽ പഠിക്കും. ശമൂവേലിന്റെ അടുക്കൽ ശമൂവേലിന്റെ അതേ രൂപം ആര് ധരിച്ചു? ശമൂവേൽ പ്രവാചകന്റെ അതേ രൂപത്തിൽ ഒരു വെളിച്ചപ്പാട് എന്ത് ചെയ്തു? വെളിച്ചപ്പാടുള്ള സ്ത്രീ എന്ത് ചെയ്തു? അവതരിച്ചു വരികയാണ്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതേ രൂപത്തിൽ, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ രൂപത്തിലും മരിച്ചുപോയ വ്യക്തിയുടെ രൂപത്തിലും പിശാച് എന്ത് ചെയ്യും? വരും. അവന് അന്ന് ആദ്യം മുതലേ ഇവന്റെ ജോലി എന്താണ്? മറ്റുള്ളവരുടെ വേഷം കടമെടുത്ത് അതിനെ ധരിക്കുക. അന്ന് നമുക്കറിയാം, ഇവനെ സൃഷ്ടിച്ചാക്കിയ നാളിൽ യെശയ്യാ പ്രവചനത്തിലും യെഹെസ്കേലിന്റെ പ്രവചനത്തിലും വായിക്കുന്നുണ്ട്, ഇവൻ മനോഹര രൂപിയാണ്. അപ്പോ ഇവന് ഒറ്റ ആഗ്രഹം, ആരെ പോലെയാകണം? ദൈവത്തെ പോലെയാകണം. ദൈവത്തിന് ലഭിക്കുന്ന ആരാധന ഇവന് ലഭിക്കണം.
ദൈവത്തെക്കാൾ മുകളിൽ സിംഹാസനം സ്ഥാപിക്കണം. ഇവന് മറ്റുള്ളവരുടെ ദേശം കെട്ടുവാൻ ഇവൻ മിടുക്കനാണ്. അതിൽ പലതും എന്ത് ചെയ്യുന്നു? ജയിക്കുന്നുണ്ട്. അതാണ് നമ്മളോട് വായിച്ചത്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നല്ലോ. ആരാണ് ഈ വെളിച്ചദൂതൻ എന്ന് പറയുന്നത്? വെളിച്ചദൂതൻ എന്ന് പറയുന്ന ആരാ? അമ്മച്ചി, വെളിച്ചദൂതൻ ആരായി വെളിച്ചദൂതൻ? വെളിച്ചദൂതൻ ഒരു പിടിയില്ല. വിശ്വാസികളെ തെറ്റിച്ചു കളയുന്ന പഴയ പാപം. ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കും. കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യം. അത് ആശ്ചര്യവും അല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നത്. അത് സാത്താന്റെ വേഷമാണ്. ഇനി പറ, വെളിച്ചദൂതന്റെ വേഷം. ആരാണ് ലോകത്തിന്റെ വെളിച്ചം? ആരാണ് ലോകത്തിന്റെ വെളിച്ചം? യേശു ക്രിസ്തു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം. സാത്താനാണ് ആരുടെ വേഷം ധരിക്കുന്നത്? വെളിച്ചദൂതൻ. ലോകത്തിന്റെ വെളിച്ചമായി യേശുവിന്റെ വേഷം ധരിക്കുന്നവനാണ് സാത്താൻ. മനസ്സിലായോ? വെളിച്ചദൂതൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് സാത്താനാണ്. അല്ല, വെളിച്ചദൂതൻ എന്ന് പറയുന്നത് ആരാണ്? ആ ഭാഗം നിങ്ങൾ വ്യക്തമായി വായിക്കുമ്പോൾ മനസ്സിലായി. സാത്താൻ താനും, അടുത്ത പദം, വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പോ പിശാചെന്ത് ചെയ്യും? വേഷം കെട്ടാൻ അവൻ മിടുക്കനാണ്. ഇന്നും പല രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മുടെ വീട്ടിനകത്ത് അവൻ നുഴഞ്ഞു കയറാറുള്ളത്. അവൻ കയറി കഴിഞ്ഞാൽ ആ വീട്ടിൽ അവന് സമാധാനം കൊടുക്കത്തില്ല, ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല.